ഡെയിലി ഡോസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പ്രമുഖ നേതാവ് പെട്ടെന്ന് മരണപ്പെട്ടു. അദ്ദേഹത്തിന് ആത്മാവിന് അറിയാമായിരുന്നു സ്വർഗം നരകം എന്നിങ്ങനെ രണ്ട് ഓപ്ഷനുകളുണ്ട് എന്ന്. അദ്ദേഹം എന്തു ചെയ്തു എന്ന് ചോദിച്ചാൽ ആദ്യം തന്നെ സ്വർഗത്തിൻ്റെ ലിഫ്റ്റിലേക്ക് കയറുകയും ആ ലിഫ്റ്റ് പോയി സ്വർഗത്തിൻ്റെ വാതിലിന് മുൻപിൽ നിൽക്കുകയും ചെയ്തു. അങ്ങനെ നോക്കുമ്പോഴാണ് അവിടെ സ്വർഗത്തിൻ്റെ കാവലായിട്ടൊരു മാലാഖ നിൽക്കുന്നു. ആ മാലാഖയുടെ അടുത്ത് അദ്ദേഹം പറഞ്ഞു, എനിക്ക് സ്വർഗത്തിലേക്ക് തന്നെ പ്രവേശിക്കണം, കാരണം ഞാൻ ഇന്ത്യയിലെ ഒരു പ്രമുഖ നേതാവാണ്, എല്ലാവരുടെയും മുമ്പിൽ എനിക്ക് വളരെയധികം സ്വാധീനമുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് എനിക്ക് എന്തായാലും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചേ പറ്റുള്ളൂ. അപ്പോൾ മാലാഖ പറഞ്ഞു, പണ്ടത്തെ സിസ്റ്റമൊക്കെ ഇവിടെ മാറി, ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടിലേതെങ്കിലും ഒരു ചോയ്സ് സ്വയം തിരഞ്ഞെടുക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ താങ്കൾ ഒരു ദിവസം നരകത്തിലും ഒരു ദിവസം സ്വർഗത്തിലും താമസിക്കണം, അതിൽ താങ്കൾക്ക് ഇഷ്ടമുള്ളത് താങ്കൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും എന്ന് നമ്മുടെ നേതാവ് പറഞ്ഞു. എനിക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, എനിക്ക് സ്വർഗം തന്നെ കിട്ടിയേ മതിയാവുള്ളൂ. അങ്ങനെ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവിടെ ഒരു റൂളൊക്കെ ഉണ്ട്, നിങ്ങൾ പറയുന്നത് പോലെ നമ്മുടെ ഭൂമിയിലെ പോലെ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ ചെയ്യാൻ കഴിയില്ല, ഇവിടുത്തെ ഞങ്ങളുടെ മേളിലുള്ള ആൾ എന്തു പറയുന്നു അതേ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നേതാവ് ചോദിച്ചു, ആരാണ് നിങ്ങളുടെ മേളിലുള്ള ആൾ, അദ്ദേഹത്തിന് എവിടെയാണ് കാണാൻ കഴിയുന്നത്, അദ്ദേഹവുമായി ഞാൻ സംസാരിക്കാം, എന്നെ അയാൾക്ക് നന്നായിട്ട് അറിയാൻ കഴിയും. അപ്പോൾ മാലാഖ പറഞ്ഞു, അങ്ങനെ കാണാനൊന്നും കഴിയുന്ന വ്യക്തിയല്ല അദ്ദേഹം. അപ്പോൾ ഉടൻ തന്നെ നമ്മുടെ നേതാവ് പറഞ്ഞു, അദ്ദേഹം വല്ല പ്രഭാത സവാരിയോ മറ്റോ ചെയ്യുന്ന ആളോ മറ്റോ ആണോ, അല്ലെങ്കിൽ വല്ല ഹോട്ടൽ റൂമും എടുക്കുന്ന വ്യക്തിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിന് പറ്റിയ പാർട്ടികളുണ്ട്, അയാളുമായിട്ട് സംസാരിച്ച് അവർ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊള്ളും. അതും അല്ലെങ്കിൽ താങ്കൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്നെ കൊണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. അത് കേട്ട മാലാഖയ്ക്ക് ക്ഷമ നശിച്ചു. അവർ വളരെ ദേഷ്യത്തിൽ പറഞ്ഞു, നിങ്ങൾക്കിത് ചെയ്യാൻ കഴിയുമോ അതോ നേരിട്ട് നരകത്തിലേക്ക് പോകുമോ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ശരി, ഞാൻ രണ്ടിലും താമസിക്കാം. അപ്പോൾ മാലാഖ പറഞ്ഞു, ഒരു നിർദ്ദേശം കൂടിയുണ്ട്, നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കുന്ന ഓപ്ഷൻ ഏതാണോ ആ ഓപ്ഷനിൽ തന്നെ നിങ്ങൾ സ്ഥിരമായി നിൽക്കേണ്ടി വരും, സ്വർഗമാണെങ്കിൽ സ്വർഗം, നരകമാണെങ്കിൽ നരകം. അത് സമ്മതിച്ച നേതാവ് അങ്ങനെ ആദ്യം തന്നെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ട് നരകത്തിലേക്ക് പ്രവേശിച്ചു. ഒരു ദിവസത്തേക്ക് വേണ്ടിയാണ് അദ്ദേഹം നരകത്തിലേക്ക് പോയിരിക്കുന്നത്. അവിടെ നമ്മുടെ ആദ്യം തന്നെ അയാളുടെ പ്രതീക്ഷകൾക്കൊക്കെ വിപരീതമായിട്ട് ഒരു കോട്ടും സൂട്ടൊക്കെ അണിഞ്ഞ് വളരെ വെൽക്കം ഡ്രിങ്കോടുകൂടി ഒരു ചെകുത്താൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാൻ വേണ്ടി വാതിൽക്കൽ തന്നെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ നല്ല തരുണീമണികളായ സ്ത്രീജനങ്ങളുണ്ട്, അയാൾക്ക് പരിചയമുള്ള പല മുഖങ്ങളും അവിടെ കാണാം, പല സുഹൃത്തുക്കളും അവിടെയുണ്ട്, തൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും അവിടെയുണ്ട്, അതിന് മുമ്പിലുള്ള ആളുകളുണ്ട്. അയാൾ വളരെ സന്തോഷമായി, കാരണം ഇത്രയധികം ആളുകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബാദികളുണ്ട്, കൂട്ടുകാരുണ്ട്, ഒന്നും പേടിക്കാനില്ല. വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം അകത്തേക്ക് കടന്നു. നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. പുള്ളിക്ക് വളരെയധികം സന്തോഷമായി. ഒരു ദിവസം കടന്നു പോയതേ അദ്ദേഹം അറിഞ്ഞില്ല. അങ്ങനെ ആ പിറ്റേ ദിവസം സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു. സ്വർഗത്തിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ആദ്യം വെൽക്കം ചെയ്യാൻ ആളുണ്ടായിരുന്നു, പക്ഷേങ്കിൽ വളരെ പരിചിതമായ മുഖങ്ങളില്ല. ഭക്ഷണമുണ്ട്, പക്ഷേങ്കിൽ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങളില്ല. അങ്ങനെ വന്നപ്പോൾ അയാൾക്ക് തോന്നി, ഇതിലും നല്ലത് നരകമായിരുന്നല്ലോ, സ്വർഗത്തിന് ഇതെന്താ പറ്റി? അങ്ങനെ വീണ്ടും അദ്ദേഹം മാലാഖയുടെ അടുത്ത് ചെന്നു. മാലാഖ ചോദിച്ചു, താങ്കൾക്ക് എവിടേക്ക് പോകാനാണ് താല്പര്യം? ഉടൻ തന്നെ നേതാവ് പറഞ്ഞു, സ്വർഗം നല്ലതാണ്, പക്ഷേങ്കിൽ എൻ്റെ കൂട്ടുകാരും മറ്റ് സഹപാഠികളും എല്ലാം ഉള്ളത് നരകത്തിലായതുകൊണ്ട് എനിക്ക് നരകത്തിൽ പോയാൽ മതി, അവിടെ യാതൊരു ബുദ്ധിമുട്ടും ഞാൻ കണ്ടില്ല. ഉടൻ തന്നെ മാലാഖയുടെ നിർദ്ദേശം വന്നു. അദ്ദേഹം നരകത്തിലേക്ക് ടിഷ്യൂ ഒറ്റ വീഴ്ച. അത് വീണത് എവിടെയായിട്ടാ? നമ്മുടെ പകുതി കത്തി തീർന്ന ഒരു തീക്കൂമ്പാരത്തിലേക്ക്. അവിടെ ചെന്ന് നേതാവ് ഒച്ചപ്പാടുണ്ടാക്കാൻ തുടങ്ങി. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, മിനിഞ്ഞാന്ന് ഞാൻ ഇവിടെ വന്നിട്ട് പോയതാണല്ലോ, ഇവിടെ ഇങ്ങനെ ആയിരുന്നില്ല, നല്ല ഭക്ഷണം ഉണ്ടായിരുന്നു, നല്ല വസ്ത്രമുണ്ടായിരുന്നു, എൻ്റെ സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, വളരെ ഹാപ്പി ആയിട്ടാണ് നിങ്ങൾ എന്നെ വെൽക്കം ചെയ്തത്, ഇത് വല്ലാത്ത ചതിയാണ് നിങ്ങൾ എന്നോട് ചെയ്യുന്നത്. ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ചെകുത്താൻ അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ വന്നത് പ്രചരണത്തിന്റെ സമയത്താണ്, നിങ്ങൾ വോട്ട് ചോദിക്കാൻ വന്നു, ഞങ്ങളുടെ കൃത്യമായ രീതിയിൽ ഞങ്ങളുടെ പ്രചരണം നടത്തി, നിങ്ങൾ അതിൽ വീണത് ഞങ്ങളുടെ തെറ്റല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനം എടുക്കാമായിരുന്നു, നിങ്ങൾ പോയി നരകത്തിലേക്ക് വീണത് ഞങ്ങളുടെ തെറ്റാണോ? ഇന്നു മുതൽ നിങ്ങൾ ഇവിടെ തന്നെയാണ് ജീവിക്കേണ്ടത് എന്ന് പറയുകയും അവരെ സ്ഥിരമായി നരകത്തിൽ തന്നെ കിടക്കേണ്ട ഒരു അവസ്ഥയും വരികയും ചെയ്തു. ഇപ്പം ഞാൻ ഇത്രയും നിങ്ങളോട് പറഞ്ഞത് ഇത് എൻ്റെ സ്വന്തം കഥയല്ല, ഞാൻ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ വായിച്ച ഒന്നാണ്. അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് സമൂഹത്തിലേക്ക് ഷെയർ ചെയ്യണമെന്ന്. നമുക്ക് 9-ാം തീയതിയാണ് നമ്മുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനുള്ള ദിവസം. അന്ന് നമ്മൾ ആലോചിച്ച് നമുക്ക് വേണ്ട സ്വർഗം വേണോ നരകം വേണോ എന്ന് കൃത്യമായ തീരുമാനമെടുത്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സ്ഥിരം ഒരു 5 വർഷത്തേക്ക് നരകത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ തീരുമാനമെടുക്കേണ്ടത് നമ്മളാണ്. നമ്മൾക്ക് തോന്നുന്നത്, നമുക്ക് ശരിയെന്ന് തോന്നുന്നതിന് മാത്രം വോട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സമ്മതിദാനാവകാശം വളരെ വിലപ്പെട്ടതാണ്, അത് നിങ്ങൾ നിർവഹിക്കുക തന്നെ ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.